ഹായ് പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ഷീജാസ് ബ്ലോഗിലേക്ക് സുസ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അത്ഭുത ധാന്യമായ റാഗി കൊണ്ടുള്ള ഒരു പുട്ടാണ്. റാഗി മാത്രമല്ല കേട്ടോ, ക്യാരറ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഇതാണ് റാഗി. ഈ റാഗി നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അതിൽ നന്നായിട്ട് അഴുക്ക് ഒക്കെ ഉള്ളതാണ്, അതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരുപാട് ചെളിയും പൊടിയും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതിൽ. ഇതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ഇത് ഒരു പാനിലേക്ക് തട്ടിയിട്ടിട്ട് അത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. പഞ്ഞിപ്പുല്ല്, മുത്താറ് എന്നീ പേരുകളിലാണ് നമ്മൾ റാഗിയെ അറിയപ്പെട്ടിരുന്നത്. ഇതിലല്പം ജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. ജീരകം കൂടെ ചേർത്താൽ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ്. ഡ്രൈ ആവട്ടെ. ഇത് പണ്ട് കാലത്ത് കുട്ടികൾക്ക് മാത്രമാണ് നമ്മൾ കൊടുത്തു കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ഇത് അത്യുത്തമമായ ഒരു ഭക്ഷണ പദാർത്ഥമാണ് എന്ന് മനസ്സിലായതോടുകൂടി എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ധാരാളം കാൽഷ്യം, അയൺ, പ്രോട്ടീൻ, ആൻറ്റി ഓക്സിഡൻറ്റ്സ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. അമിതവണ്ണം നിയന്ത്രിക്കുന്നു. ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ പല്ലുകൾക്കും എല്ലുകൾക്കും നഖം, തലമുടി ഇവയ്ക്കൊക്കെ ഗുണം ചെയ്യുന്നു. ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അനീമിയ തടയുന്നു. ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കുന്നു. രക്തക്കുറവിനും എല്ലിനും പല്ലിനും മുടിക്കും സ്കിന്നിനും എല്ലാം അത്യുത്തമമായ റാഗി നമുക്ക് ആഴ്ചയിൽ 3 ദിവസമെങ്കിലും നമ്മളുടെ പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അത് ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി അതൊന്ന് തണുക്കട്ടെ. നന്നായി തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പുട്ടിൻ്റെ പൊടി എന്ന രീതിയിൽ പൊടിച്ചെടുക്കാം. ഇന്നിപ്പോൾ പൊടിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഓവറായിട്ട് പൊടിഞ്ഞു പോയാൽ പുട്ട് നന്നാവില്ല. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോട് ആവശ്യത്തിനുള്ള സോൾട്ടും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്നത് പോലെ നനച്ചെടുക്കാം. കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കരുത്. അറിയാമല്ലോ, എല്ലാ ലേഡീസിനും അറിയാവുന്ന കാര്യമാണ് പുട്ടിൻ്റെ പൊടി തയ്യാറാക്കുന്നത്. നമുക്ക് നന്നായി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഷുഗർ പേഷ്യൻസിന് ചെറുപയറും ക്യാരറ്റും റാഗിയും ഒരു നല്ല കോമ്പിനേഷനാണ്. ഇത് ദിവസവും ഷുഗർ പേഷ്യൻസ് കഴിക്കുന്നത് നല്ലതാണ്. ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. ഷുഗറൊക്കെ കൺട്രോളാവും. നന്നായിട്ട് പൊടിച്ചെടുക്കട്ടെ. ഇതെല്ലാം പൊടിച്ച് നന്നായിട്ട് പുരട്ടി മിക്സ് ചെയ്ത് എല്ലാം റെഡിയാക്കി വരട്ടെ. കൂട്ടുകാരെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം. എല്ലാം റെഡിയായി
റെഡിയായി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കയ്യിൽ എടുത്തിട്ടൊന്ന് ഉരുട്ടി നോക്കണം. അപ്പോൾ ഒരു ഉരുള പോലെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കണം പൊടി. അപ്പോഴത് പുട്ടിൻ്റെ പാകമായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ പൊടിച്ച് വീണ്ടും ഇടുമ്പോൾ ആ പൊടിയായിട്ട് തന്നെ മാറിയിരിക്കണം. ഇത് നന്നായിട്ട് നനച്ച് കഴിഞ്ഞ് നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ റാഗിയുടെ പൊടിയിലേക്ക് ഈ വെള്ളം അങ്ങ് ഒബ്സർവ് ചെയ്യും. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഡ്രൈ ആവും. അന്നേരം നമ്മൾ പുട്ട് തയ്യാറാക്കുന്ന സമയത്ത് ലേശം വെള്ളം കൂടി അതിലേക്ക് തളിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ലേശം വെള്ളം ഒഴിച്ചാൽ മതി. ഒന്നുകൂടെ ട്രൈ ചെയ്ത് ഒന്നും കൂടെ പുരട്ടി എല്ലാം എടുക്കണം. ഈ റാഗിയുടെ പൊടിയാക്കിയിട്ട് അത് നമുക്കൊരു സ്ക്രബ്ബറായിട്ടും പായ്ക്കായിട്ടും യൂസ് ചെയ്യാം. അതെങ്ങനെയെന്ന് വെച്ചാൽ റാഗിയുടെ പൊടിയെടുത്ത് അതിലേക്ക് അല്പം മിൽക്ക് കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യണം. അത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫേസിൽ നിന്നും അത് വാഷ് ചെയ്ത് കളയാം. അത് ഇങ്ങനെ നിങ്ങളൊന്ന് തയ്യാറാക്കി നിങ്ങളുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്തൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിസൾട്ട് എന്തുവാണെന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയും. അല്ലാതെ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഇനി അടുത്തത് കോക്കനട്ടും ക്യാരറ്റും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അത് നമ്മൾ റാഗിയുടെ പൊടി ഫില്ല് ചെയ്യാൻ നേരം, കുറ്റിയിലേക്ക് ഫില്ല് ചെയ്യാൻ നേരം ആ മിക്സാണ് നമ്മളിതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുക. റാഗിയല്ല ക്യാരറ്റും കോക്കനട്ടും കൂടെയുള്ള മിക്സ് ആദ്യമേ ഇട്ട് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് റാഗിയുടെ പൊടി കുറച്ചിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ മിക്സ് കോക്കനട്ടും ക്യാരറ്റും കൂടെയുള്ള മിക്സ് ഇടുക. വീണ്ടും റാഗി പൊടി ഇടുക മുകളിലായിട്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൂടുതൽ ക്യാരറ്റ് കഴിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ കൂടുതലായിട്ട് ഫില്ല് ചെയ്യുന്നത് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ടിട്ട് നമുക്ക് പുട്ടുകുടത്തിൽ വെച്ചിട്ട്, ഞാൻ ഇവിടെ അടയ്ക്കുന്നതെന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ട് ഈ പുട്ടുകുറ്റിയുടെ അടപ്പിന് വേണ്ടിയിട്ട് അതിൻ്റെ അടയ്ക്കുന്ന അടപ്പ് ഉണ്ടല്ലോ, അത് അലുമിനിയത്തിൻ്റെ അല്ലേ, അത് ഞാനങ്ങ് മാറ്റിയിട്ട് അതിന് പകരം ഞാനൊരു ചിരട്ട നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ചീകിയൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക മണമാണ് നമ്മൾ ആ ചിരട്ട വെച്ച് കമത്തി അടച്ചിട്ട് നമ്മൾ ആ പുട്ടുണ്ടാക്കുമ്പോൾ. ചിരട്ട പുട്ടിൻ്റെ ഒരു മണം, അത് ഒരു പ്രത്യേക ഒരു ഗന്ധമാണത്. നമ്മുടെ പുട്ട് റെഡിയാകട്ടെ. ഞാനതാണ്ട് നോക്ക്, ചിരട്ട വെച്ച് കമിഴ്ത്തി അടച്ചു. ഇനി അതിനൊന്ന് ആവി വരട്ടെ. പുട്ടിനാവി വരുന്ന സമയമെന്ന് വെച്ചാൽ പെട്ടെന്നല്ലേ. റാഗി ഇട്ട് തന്നെ വീണ്ടും ആവി വരുന്നുണ്ട്. ആവി വന്നാലും കുറച്ച് സമയം കൂടെ നമ്മൾ ആവി മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എങ്കിലേ അത് നന്നായി വെന്ത് കിട്ടുകയുള്ളൂ. വെന്തിട്ടുണ്ട്. ഞാനിതെടുക്കുകയാണ്. എടുത്ത് പതുക്കെ നമുക്കത് കുത്തിയിടാം. എന്താ മണം! ചില്ലിങ്ങ എടുക്കട്ടെ. ഇനി അടുത്ത പുട്ടും കൂടെ നമുക്ക് ഇതേപോലെ തന്നെ കുക്ക് ചെയ്യാം. നോക്കൂ, എത്ര മനോഹരമായിട്ടുള്ള പുട്ടാണ്. മനോഹരം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, പോഷക സമൃദ്ധവും ആയിട്ടുള്ള ഒരു പുട്ടാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.